അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഓഫ് തായ്ലൻഡ് ട്രിപ്പാണെന്ന്. ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോകുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ട് ആണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ നേരെ സഫാരി വേൾഡിൽ പോകുന്നുണ്ട്, പിന്നെ വേറെ എവിടേക്കും ഒരു പാർക്കിലും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈവനിങ് ഇന്ന് ഇവിടെ നിന്ന് ബാങ്കോക്ക് ടു കൊച്ചി ഫ്ലൈറ്റ് കയറും. അങ്ങനെ നമ്മുടെ തായ്ലൻഡ് ഡേ ഇവിടെ കഴിയാന്ന്. തായ്ലൻഡ് ട്രിപ്പിലെ ലാസ്റ്റ് ഡേ. പക്ഷെ എനിക്ക് ബാങ്കോക്കിനേലും ഫുക്കറ്റാണ് ഇഷ്ടപ്പെട്ടത്. ഫുക്കറ്റ് വേറെ വൈബായിരുന്നു, അടിപൊളിയായിരുന്നു. കുറച്ചുകൂടി ടൗൺ. അപ്പോൾ വണ്ടി ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് വണ്ടിയിൽ കയറാം. സമയമില്ല. അപ്പോൾ ചേട്ടൻ റൂം ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയാൽക്കാണ്. ഞങ്ങൾ പോയിട്ട് ലഗേജ് ഒക്കെ എടുത്ത് വെക്കട്ടെ. ചിക്കൻ സൂപ്പ്. ഇതൊക്കെ ചിക്കൻ സോസേജ് അങ്ങനെയൊക്കെയാണ്. ഇതാണ് നമ്മളുടെ വണ്ടി. ഇവിടെ ഇങ്ങനത്തെ വണ്ടി മാത്രമേ ഉള്ളൂ. അതായത് നമുക്കൊരു ട്രാവലറിൽ കയറുന്ന ആൾക്കാരല്ല ഇതിനകത്ത് കയറും. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കിടക്കാനായിട്ട്. ഇവിടെ കുറേ ഷോസ് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ ടൈമിങ് ഒക്കെ ഉണ്ട്. ഓരോരോ ഷോ ഡിഫറെൻറ്റ് ടൈംസിലാണ്. അപ്പോൾ ഇവിടെ അഡൽറ്റിന് 1000 ബാത്ത്, ചൈൽഡിന് 900 ബാത്തൊക്കെയാണ് വരുന്നത്. സഫാരി പാർക്കിൽ കയറാൻ മറൈൻ പാർക്കിലേക്ക് വേറെ ടിക്കറ്റ് നമ്മൾ എടുക്കണം. 1300 ബാത്താണ് മറൈനിലേക്കും. അതിൽ ചൈൽഡിൽ വന്നിട്ട് 1100. പിന്നെ നമ്മൾ കോംബോ ഓഫറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1500 ബാത്തിന് നമുക്ക് ടിക്കറ്റ് കിട്ടും. രണ്ടും കാണാൻ പറ്റും. ചൈൽഡിന് 1400 ആണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ഏജൻസിയുടെ ആൾ, അയാൾ തന്നെയാണ് നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സഫാരി പാർക്ക് മൺഡേ ഓഫായിരിക്കും. ഇപ്പോൾ ആരെങ്കിലും സഫാരി പാർക്ക് മൺഡേ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സഫാരി പാർക്ക് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ സഫാരി വേൾഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ടിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പോയിട്ട് അതിൻ്റെ എടുത്തിട്ട് വന്നു. സോ നമുക്ക് അകത്തേക്ക് കയറാം. അകത്ത് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ കാണാനുണ്ട്. നല്ല വെയിലാണ്, കരിയും. ഞങ്ങൾക്കൊരു ടിക്കറ്റിന് എന്തോ ആണെന്നാണോ ഒരു സഫാരി വേൾഡിൻ്റെ ഒരു നമ്പറോ കാര്യങ്ങളോ എന്തോ തന്നിട്ടുണ്ട്. നെഞ്ചത്തൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറി നോക്കാം. നമ്മളകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് തിരക്കുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ. ഈ സൂവിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിൽ സ്മെല്ലാണ്. ഇനിയിപ്പോൾ പറയാനില്ല, അതിന് സ്മെല്ലുണ്ട്. ടൈം ചെയ്തിട്ടുണ്ടാവും ഏതൊക്കെ ഷോ ആണ്. ഫസ്റ്റ് ഒറാങ്കുത്താൻ്റെ ഷോ കാണാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിനെന്തോ ടൈം ലിമിറ്റ് നമ്മളെല്ലാവരും ഇങ്ങനെ ഓടിപ്പടഞ്ഞാണല്ലോ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റ് കിളികൾ. പക്ഷെ നമുക്കധികം നോക്കി നിൽക്കാനുള്ള ടൈമില്ല. നമ്മളിപ്പോൾ ഒറാങ്കുത്തൻ്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഇത് ഇവിടെ കുറച്ച് ജീവികൾ നിൽക്കുന്നത്. പൊക്കം കുറഞ്ഞ കുതിരയാണെന്ന് തോന്നുന്നു. ഹോഴ്സ് ഫീഡിങ്. വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. 1000 ബാത്ത് കൊടുക്കും. 1000 അല്ല 100 അല്ലേ? സോറി 100 ബാത്ത് കൊടുക്കും. അത് ആ ഷോ കഴിഞ്ഞ്
എല്ലാവരും ഓടുവാണല്ലോ. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ ഓടുന്നുണ്ട് ഒരാങ്കുറ്റാൻ്റെ അടുത്ത്. ഭയങ്കരമായിട്ട് അടുത്തു. നമ്മൾ വേഗം ഓടിയാൽ പറ്റും. ചേട്ടൻ ഫ്രണ്ടിലെത്തി, ചേട്ടൻ ഒരാങ്കുറ്റാൻ്റെ അടുത്തെത്തി. ഒറാങ്കുത്താൻ വന്നിട്ടില്ല ഷോ തുടങ്ങാനായിട്ട്. പുള്ളിയുടെ മ്യൂസിക് ഷോ ആണോ തോന്നുന്നല്ലേ? അവിടെ നിന്ന് ഇറങ്ങിയല്ലേ. ഒറാങ്കുത്താൻ്റെ ഷോ കഴിഞ്ഞു. ഒറാങ്കുത്താനൊക്കെ എനിക്ക് ട്രെയിൻ ചെയ്യിക്കുന്ന കാര്യം ഓർത്തിട്ടാണ്, പക്ഷെ അവരിങ്ങനെ ക്ലാപ്പ് ചെയ്ത് വേണം അത് അങ്ങനെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. വളരെ നല്ലതായിരുന്നു. എലിഫന്റ് ഷോക്കാണ് പോണത്. അത് രണ്ടും സെയിം ടൈമിംഗ് ആണ്. എനിക്ക് രണ്ടും കാണണമെന്നുണ്ടായിരുന്നു. ഇത് കിളിയാണല്ലോ, ഇത് കിളിയുടെ ആണെന്ന് തോന്നുന്നു. ആ വഴി കണ്ടുപിടിക്കാനാണ് ടാസ്ക്. സിവിൽ കാറ്റാണോ? അല്ല, അവിടെയൊക്കെ കിടക്കും. ഇത് കുരങ്ങനാണല്ലോ. ആഹാ, എല്ലാവരും ഇത് തന്നെയാ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകാനായിട്ട് പാസേജ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവരിവിടെ ഫ്രീ ആയിട്ട് നടക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതല്ല നോ ഫീഡിങ്. ഇതേ അവിടെ ഇരിക്കണ ആൾക്കാർ ഉണ്ടോ, അവരതിൽ കൂടെ ഒക്കെ കയറി പോവാണ്. ഷോയും 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം എലിഫന്റിൻ്റെ അടുത്ത് കണ്ടിട്ട് തിരിച്ച് സീ ലയനെ കാണാൻ വരാനാണ് പ്ലാൻ ചെയ്തേക്കണേ. നമുക്ക് നോക്കാം. നല്ല സ്മെല്ലുണ്ട്. ഇതെന്താണെന്നറിയോ, ഇവിടെ ഇവർ വളർത്തുന്നതല്ലാതെ പുറത്തുനിന്ന് കിളികളൊക്കെ വന്നിട്ട് മരത്തിലൊക്കെ നിറയെ കിളികളുണ്ട്, വലിയ വലിയ കിളികൾ. അതുകൊണ്ടാണ് അത്ര സ്മെല്ല്. വലിയ ആമ റെസ്റ്റിംഗ് ആണ്. നീർനായാണോ? ഒരാങ്കുത്തൻ ഷൂ കണ്ടോ അല്ലേ? ഇത് അവറ്റുള്ള കുഞ്ഞായതുകൊണ്ട് ദൂരെന്ന് കാണില്ല. എലിഫന്റിനെ നമുക്ക് ദൂരെന്ന് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മറ്റേ നീർനായ, അതല്ലേ അതിന്റെ പേര്, നീർനായ, അതിന്റെ ഷോയും കൂടി കാണാൻ പോണം. നമുക്ക് എടുത്ത് വെച്ചക്ക് വെള്ളം വയ്ക്കേണ്ട ചെയ്താൽ ഇവര് കുറച്ച് പേര് ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാൻ നടക്കുന്നുണ്ടാവും. ശരിക്കും ഒരു ഓട്ടപ്പാച്ചിലാണ് സഫാരി വേൾഡിൽ വന്നാല്. എല്ലാത്തിന്റെ ടൈം സിമിലർ ആണ് ടൈമിങ്. അതായത് 10, 15, 11 അങ്ങനെയൊക്കെ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് 2:30 ആകുമ്പോഴേക്കും അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാ ഷോസും കാണാൻ വേണ്ടി ഓടി ഓടി നടക്കുവാണ്. ഇത് കുറച്ച് കണ്ടിട്ട് വേണം ഇനി അടുത്തത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് നീർനായ ഷോ. ചൂടാണ്, പേപ്പറുണ്ടെങ്കിൽ വീശിക്കൊണ്ടിരിക്കാം. നല്ല ചൂടാണ്. എലിഫന്റ് റൈഡ് ഉണ്ട്. എലിഫന്റ് റൈഡിൽ കയറണമെന്നുണ്ടെങ്കിൽ 300 ബാത്ത്. കയറുന്നുണ്ടോ? കയറുന്നില്ല, ഞാൻ എഴുതിച്ചിട്ടുണ്ട് 300 ബാത്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എലിഫന്റ് ഫീഡ്, ജിറാഫ് ഫീഡ്, അങ്ങനെ കുറേ എല്ലാ സാധനങ്ങളും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അവർ മിക്ക സാധനങ്ങൾക്കും അതിൻ്റെയൊക്കെ റേറ്റ് ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കിളി കാഷ്ടിച്ചു. ഇത് എവിടെ നിന്ന് വന്ന് കോട പിടിച്ചിരിക്കണമല്ലോ ഇവിടെ. സേഫ്റ്റി ഫസ്റ്റ്. ഞാൻ ക്യാപ്പ് വെച്ചാണ് ഇരിക്കുന്നത്. തലയിലും മേത്ത് വീഴാണ്ടിരുന്നാൽ മതി. അതാ പറഞ്ഞ, ഇവിടെ ഇങ്ങനെ ഫ്രീ ബേർഡ്സ് പറന്ന് നടക്കുന്നുണ്ട്. ഇവിടെ കൂട്ടിലിടാതെ ബേർഡ്സ് സ്വന്തമായിട്ട് ഇവിടെ കൂട് കൂട്ടി നടപ്പുണ്ട്. അതിൻ്റെയാണ് ഇത്ര സ്മെല്ലൊക്കെ വരുന്നത്. സുരക്ഷ ഇതാണ് നല്ലത്. അച്ഛൻ്റെ ഡ്രസ്സിനായി ക്യാപ്പ് കളയുന്നേ. കണ്ടോ കിളി കണ്ടോ?
വിളിക്കരുത്. അടുത്ത ഷോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീ ലയൻ്റെ ഷോ നമുക്ക് കാണാൻ പറ്റില്ല കാരണം അത് സെയിം ടൈമിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആനേനെ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ ഇരുന്നു. ഇനി നമ്മൾ ഹ്യൂമൻ സ്റ്റണ്ട് സംതിങ് എന്തോ ആണ് കാണാൻ പോകുന്നത്. വെള്ളം നിറച്ച് വീണ്ടും വെള്ളം നിറച്ച് അങ്ങനെ നനയേണ്ടതാ. അതിന്റെ മുകളിൽ നാ വെള്ളം ഒഴിക്കുന്നത്. അതിന്റെ ചൂട് ഇങ്ങോട്ട് വരുന്നുണ്ട്. വാർഷോ നമ്മൾ അവസാനം കാണാത്ത വാർഷോ എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു മാതിരി സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഫുൾ സ്റ്റോറി പറഞ്ഞ് കംപ്ലീറ്റ് ഒരു സ്റ്റോറി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കൊരു ഡ്രാമ അല്ല, ഭയങ്കര സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള കൊറിയൻ ഇത് കാണുമ്പോൾ ഉള്ള ഒരു സെയിം ഫീൽ. ആ ചെറുക്കനൊക്കെ നായകൻ അടിപൊളിയായിരുന്നു. പിന്നെ ഫുൾ പോക അവര് ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ പോകുമ്പോ പൊട്ടിക്കുന്നതിന് തന്നെ ഭയങ്കര ചൂട് വരുന്നു അല്ലേ. വരലൊരു ഫ്രണ്ടിൽ ചെന്ന് ഇരിക്കാൻ നോക്കാം. അതെ, ഫ്രണ്ട് പോലെ തീർന്നു. നിങ്ങള് കുളിച്ച് ചുട്ട് ചാമ്പലായി പോകും. തീയും വരും വെള്ളവും വരും. അടിപൊളിയായിട്ട് കാണാം. സെന്ററിൽ ബാക്ക് എനിക്ക് കണ്ട ഷോസിൽ വാറാണ് ഇഷ്ടപ്പെട്ടത്. ആക്ച്വലി ഞാൻ വിചാരിച്ചു കുളത്തിന്റെ അവൽ എന്തിനാണ് ഇത് കാണാൻ പോണേന്ന്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിരിക്കും. പക്ഷെ സ്റ്റണ്ടും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വാച്ചാണ്. ഫുഡ് കഴിച്ചിട്ട് ഡോൾഫിൻ ഷോ ഉണ്ട്, അത് കാണാം. നമ്മൾ സീബ്ര ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. ആനിമൽ കഫേ. ഇവിടെ ഫുൾ സീബ്ര തീമാണ്. ഇവിടെ ആനിമൽസ് ഡേ ഇത് റിയലാ. റിയൽ. ഞാനത് പ്രതിമയെന്ന് പറയാൻ വരുമായിരുന്നു, അപ്പോഴത് അനങ്ങിയേ. വെള്ളി മുങ്ങിയൊന്നല്ല, എന്ത് മുങ്ങിയൊന്നും അറിയത്തില്ല. ഞാൻ വിചാരിച്ചെന്ത് സാധനം. ഈ നമ്പർ വിളിക്കായിരിക്കും അല്ലേ? ഹൈടെക് കൂട്ടൻസ് ഓവർലോഡാണ്. വീട്ടിൽ കൊണ്ടുപോകാനാ? ഇവിടെ കൊണ്ട് തരായിരിക്കുന്നല്ലേ. ഐസ്ക്രീം അത് രസമുണ്ട് കാണാനായിട്ട്. സീബ്രയുടെ ഒരു പടമൊക്കെ വെച്ചിട്ട് തിരിച്ച് അവിടെ ഒരു ഫോട്ടോ എടുക്കുന്നത്. ഈ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടി നമുക്ക് നോക്കാം. അയ്യോ, ഞാൻ അതിനെ പിടിച്ചു. അതെന്ത് സാധനമായിരുന്നു? അതിന്റെ പേരെന്താ? അതല്ല, എന്റെ കയ്യിൽ വെച്ചത് എന്തായിരുന്നു? പെരുന്തോ ഇതെന്താ ആടണേ? ഞാൻ പിന്നെ ഇത്തിരി വൈബായിക്കോട്ടേന്ന്. അപ്പൊ അത് അതിനെ എടുത്ത് ചെറിയ പേടിയുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, പിടിച്ച് കടിച്ചൊന്നുമില്ല, സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അച്ഛനെ ടൈഗറിൻ്റെ അടുത്ത് കയറ്റാം. 400 ബാത്താണ്
അതിനെ ഒന്ന് പിടിച്ചേരി. അതുപോലെ എല്ലാത്തിനും ആ സെയിം റേറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാം, നമുക്ക് ടൈമില്ല ആക്ച്വലി. അതാരണം ഫുൾ ഓട്ടം ഓട്ടം ഓട്ടം. കണ്ടോ, ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഫുള്ളും പരുതും മൃഗങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. എന്തൊക്കെയാണോ ഉണ്ടാകാൻ പോകുന്നത്. തായ് ഫുഡ് റെക്കമെൻഡഡ് ഡിഷസ്, ഇൻ്റർനാഷണൽ ഫുഡ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ കാണാൻ കൊള്ളാം. കൈ കഴുകാൻ പറ്റുമോ? കൈ കഴുകാൻ പറ്റുമോ? ഇവിടെ ഫുഡ് വെച്ചിരിക്കുന്നതും ഓരോ എന്താ തീം സെറ്റ് ചെയ്തിട്ടാണ്. ഞങ്ങളൊന്ന് കൈ കഴുകാൻ വേണ്ടിയിട്ട് പോവാണ്. മതി മതി മതി. നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയില്ല, കഴിച്ചു നോക്കാം. ചിക്കനൊക്കെ എന്താ പുഴുങ്ങിയിട്ടൊക്കെ ഉണ്ട്. ആ, ഇതൊക്കെ എന്താ ഞങ്ങൾക്ക് അറിയില്ല, അതിൽ പേരൊന്നും വെച്ചിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കാം. പാലാണോ എന്താണെന്നറിയില്ല, ചിലപ്പോൾ കേടെങ്ങനാണോ എന്താണെന്നറിയത്തില്ല. എടുത്ത് നോക്കാം. ആ തൈരാണ്, തൈര് എനിക്ക് വേണ്ട, തിരിച്ചു തരും. എനിക്ക് തോന്നി നല്ല മധുരമുള്ള ഇതിനകത്ത് എന്തോ കിടക്കുന്നുണ്ട്. പായസം പോലെ ഉണ്ടല്ലേ. ഞങ്ങളിപ്പോൾ ഡോൾഫിൻ്റെ ഷൂ കാണാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുമായിരുന്നു. ചിക്കനും കഴിച്ച് മടുത്ത് വരുമ്പോൾ ആശ്വാസം. അതെ, തായ് അങ്ങനത്തെ ഒന്നും ആയിരുന്നില്ല. ഇന്ത്യൻ മോഡലിലൊക്കെ ഉള്ള ചിക്കൻ പുഴുങ്ങിയത് അങ്ങനെയൊക്കെ ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല, ഫുഡ് നല്ലായിരുന്നു. പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് തരും. എന്ത് ഫുഡ് കഴിച്ചാലും നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഇഷ്ടമല്ല. അതും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളിനി ഷോയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ട് ആവാറായി, ഇപ്പം സ്റ്റാർട്ടാവും. അച്ഛൻ അതിസാഹസികമായി പുലിക്ക് പാല് കൊടുക്കാൻ പോവുകയാണ്. പുലിക്കുഞ്ഞിന് പാല് കൊടുക്കാൻ പോകുന്നത്. ശിവനേ, ഒച്ചടാ ചുറ്റട് വാവ പാല് കുടിക്കുന്നു. വെറുതെ ഒരുപാട് നേരം അതിൻ്റെ അടുത്തിരിക്കണ്ട. ദേ കൂരിട്ടടക്കെ കയറിയിരിക്കുന്നു. അവനെന്താണ് ആ സാധനം എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബുദ്ധിയായിട്ടില്ല. പേടിയായ അച്ഛ. മറ്റും ഞാനെടുത്തതാ അതിൻ്റെ കൂടെയായിരുന്നു ലിവൻ. നമ്മൾ കുറേ മൃഗങ്ങളെ കാണാൻ സഫാരി വേൾഡിൽ വന്നിരിക്കുകയാണ്. നമ്മളെ പിക്കപ്പ് ചെയ്ത വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പോണത്. ഹേജൂസ് എന്ന വണ്ടിയിൽ തന്നെ നമുക്കിങ്ങനെ വിൻഡോയിൽ ഇരുന്ന് കാണാൻ പറ്റും. കുറേ ബേർഡ്സ് ഉണ്ട് ഇവിടെ.
മറ്റേ ഇപ്പൊ താമസം പറയുന്നത് ഇവിടെ ജിറാഫ് ഇനി നമ്മൾ കുറച്ച് അവരുടെ അടുത്തോട്ട് പോയി ആ മോളി കിടക്കണ പൊസിഷൻ ചെയ്യും. വേഗമാണ് അടുത്ത് എല്ലാവരും പോകണം. കണ്ട ഓടിക്കണ ഇയാള് ഓടിക്കണം. എന്റെ വെറുതെ ഓടിച്ചിട്ടാണ് പോയത്. മനസ്സിലായില്ല ആ പാട്ട വണ്ടിക്ക് എത്ര പവർ ഉണ്ടെന്ന്. അയാള് വന്ന് നോക്കിയപ്പോ പോയി. അവൻ എന്തിനു ഉന്നം വെച്ചിട്ടുള്ള വരവാ. നമ്മളെ ആണാവോ. അതിന്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്. അതാണ് ചെല്ലണേ. ആ വണ്ടിയില് ചെന്നാട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടും. അതാണ് വണ്ടിയുടെ കളർ. വണ്ടിയാണ് അവരുടെ അടയാളം. കുഞ്ഞു വണ്ടി നമ്മളോ. അങ്ങനെ ഞങ്ങളുടെ ബാങ്കോക്ക് ഫുക്കറ്റ് തായ്ലൻഡ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തായ്ലൻഡിനോട് വിട പറയുകയാണ്. ഞങ്ങൾ എയർപോർട്ടിലെത്തി. പക്ഷെ ഞങ്ങൾ നേരത്തെ എത്തി. ഇപ്പം 4:45 ഉള്ളൂ. നമുക്ക് 20:50 ഫ്ലൈറ്റ്. നേരത്തെ എത്തി. നേരത്തെ ചെക്ക് ഇൻ ചെയ്ത് നേരത്തെ എയർപോർട്ടിൽ വിശ്രമിച്ചു. ഇത്രയും നാളും ദിവസവും ഞങ്ങൾ വൈകി ലാസ്റ്റ് ടൈമിലാണ് എത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞങ്ങൾ നേരത്തെ എത്തി. യെസ്, 4 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു ബാങ്കോക്ക് ആൻഡ് ഫുക്കറ്റ്. അതെ, ഇനി വീട്ടിലേക്ക് പോകാനുള്ള വിഷമത്തിലാണ്.